യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മതി, ഇത് മതി. ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം. ഓക്കെ ഓക്കെ, അത് ഫിക്സ് ചെയ്തോ. തിയേറ്റർ ഫ്രീ ആവുന്ന സമയം നോക്കി നമുക്കത് ചെയ്യാം. ശരി ഡോക്ടർ. ഓക്കെ. എനിക്ക് വൈകാം. നീ എന്തിനെങ്ങനെ നോക്കുന്നേ? രത്ന ഡോക്ടർ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? യെസ്, ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞിരുന്നു. എന്തു പറ്റി? ഓ, അപ്പൊ അറിഞ്ഞു. എന്നിട്ടാ നീ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തതല്ലേ? എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ എന്നോട് കാണിക്കുന്നത്. ആരൊക്കെ പോയാലും എന്നെ വിട്ടുപോകാത്ത രണ്ടുപേര് ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഒന്ന് കാർത്തിയും മറ്റൊന്ന് നീയുമായിരുന്നു. ഇപ്പൊ നീയും എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചല്ലോ ശ്രീ. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതേ ഇവിടെയെങ്ങോ അല്ല, കാർത്തികിന്റെ കാര്യത്തിലായിരിക്കും വൈക. അല്ലെങ്കിൽ എപ്പോഴും കാർത്തിയെ കുറ്റപ്പെടുത്തുന്നതാണല്ലോ നിനക്ക് സന്തോഷം. കുറ്റപ്പെടുത്തിയല്ല, ഒരു സത്യം പറഞ്ഞതാ. ദാറ്റ്സ് ദ റിയാലിറ്റി. നീ പറഞ്ഞില്ലേ എല്ലാവരും നിന്നെ വിട്ടു പോയെന്ന്. നിന്നെ വിട്ടു പോയവരെല്ലാം നിന്റെ നാശം ആഗ്രഹിക്കുന്നവരാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നെ വിട്ടു പോവില്ലല്ലോ. അവിടെയാ വൈകാൻ നിനക്ക് തെറ്റിയത്. നീ ഉദ്ദേശിച്ച രണ്ടുപേര്, ഒന്ന് സുന്ദരി, ഒന്ന് വൈദേഹി ആന്റിയാ. അവര് നിനക്ക് എന്ത് ദ്രോഹം ചെയ്തത്? സുന്ദരി ചെയ്ത ദ്രോഹം എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ? സ്നേഹവും അനുകമ്പയും ബഹുമാനവും അഭിനയിച്ച് കൂടെ കൂടുക, എന്നിട്ട് എന്റെ തന്നെ ജീവിതം തകർക്കാൻ നോക്കുക. ഒരു പക്ഷേ ഈ ഡെലിവറിയോടെ എന്റെ മരണം തന്നെ സുന്ദരി ആഗ്രഹിച്ചു എന്നുള്ളത് സത്യം. പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ് വൈക. ഇല്ലാവചനം പറയരുത്. നമ്മൾ വളർന്ന ആശ്രമത്തിലെ മദർ സുപ്പീരിയർ എപ്പോഴും നമ്മോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു: നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തരുത്. വേണ്ട ശ്രീ, നീ ഇനി സുന്ദരിയെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ന്യായീകരിക്കല്ല, സത്യം എന്താണ് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുക. എന്ത് സത്യം? എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ലോകത്ത് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിന് വേണ്ടി സുന്ദരി സഹിച്ചിടത്തോളം ദുഃഖം സഹിക്കില്ല, ത്യാഗവും ചെയ്യില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിന് വേണ്ടി സുന്ദരി സഹിച്ചിടത്തോളം ദുഃഖം സഹിക്കില്ല, ത്യാഗവും ചെയ്യില്ല.
നിന്റെ സുന്ദരി പുരാണം കേൾക്കാനല്ല ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളെ വീട്ടിലേക്ക് പോവാം. നീ എന്നെ കാണാൻ വന്നില്ലേലും അതൊന്ന് പറഞ്ഞിട്ട് പോണായിരുന്നു. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ. ഏത് വീട്ടിലേക്കാ പോകുന്നത്? എന്റെ വീട്ടിലേക്ക്, അല്ലാതെ എവിടെയാ? നിന്റെ വീട് അങ്ങനെ ഉണ്ടോ വൈക? നിന്റെ വീടെന്ന് നീ പറയുന്നത് വൈദേഹി ആന്റിയുടെ വീടിനെ കുറിച്ചല്ലേ? വൈദേഹി ആന്റിയുടെ വീടെന്ന് പറയുമ്പോ വൈദേഹി ആന്റി താമസിക്കുന്ന ഇടമായിരിക്കണം. അതിപ്പോ ഒരു അനാഥാലയാണെന്ന എന്റെ അറിവ്. എന്താ നീ കുഞ്ഞിനെയും കൊണ്ട് അനാഥാലയത്തിലേക്ക് പോകാനാണോ പ്ലാൻ? ശ്രീ, നീ എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കല്ലേ. സത്യങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വൈക. പലരെയും ഇറിറ്റേറ്റ് ചെയ്യും. നിന്നെ പൊന്നുപോലെ വളർത്തി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച് നിന്റെ ആഗ്രഹപ്രകാരം കാർത്തികിനെ തിരഞ്ഞെടുത്തപ്പോ പോലും എതിര് പറയാതെ എല്ലാം സാധിച്ചെന്ന ഒരു പാവ സ്ത്രീയെ അനാഥാലയത്തിലാക്കിയിട്ട് നീ അവരുടെ വീട്ടിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പോകാനിറങ്ങുന്നു. എല്ലാം മറന്നോളെ. പക്ഷേ നീ ഒന്നോർത്തോ, നീ ഇതുപോലൊരു കുഞ്ഞിനെയും കൊണ്ട് ആ വീടിന്റെ പടി കടന്ന് ചെല്ലുന്നത് കാണാൻ കൊതിച്ചിരുന്ന ആ അമ്മ ഇന്ന് വീട്ടിലില്ല. വൈദേഹി ആന്റി ഇല്ലാത്ത വീട്ടിലേക്കാ നീ ഇപ്പൊ കയറി ചെല്ലാൻ പോകുന്നത്. നിനക്ക് എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും വൈക അവിടെ? എന്താ നീ എന്നെ ശപിച്ചു വിടുകയാണോ? നിന്നെ ഒരിക്കലും ഞാൻ ശപിക്കില്ല, വൈദേഹി ആന്റി ശപിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ശാപം ഒരു വലിയ കഷ്ടകാലമായി നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്നാണ്. അത് നീ മനസ്സിലാക്കാതെ പോകുന്നത് ആപത്തായിരിക്കും വൈക. വേണ്ട ശ്രീ, ഇത്തരം നെഗറ്റീവ് വർത്താനങ്ങൾ കേട്ട് നിൽക്കാൻ താല്പര്യമില്ല എനിക്ക്. ഞാൻ ഇറങ്ങുക. നിക്ക്. നിന്നോട് എനിക്ക് ദേഷ്യം വെറുപ്പൊന്നും ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുവെന്ന് കുറച്ചെങ്കിലും നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. നിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് നിൽക്കാത്തവരെല്ലാം ശത്രുക്കളായും നിന്റെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് നിൽക്കുന്നവരെല്ലാം മിത്രങ്ങളായും കാണരുത്. അത് നിനക്ക് ആപത്ത് വരുത്തേക്കും. നീ ഈ കുഞ്ഞിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരൊറ്റ കാര്യം, പറ്റുകി നിന്റെ അമ്മയെ ആ അനാഥാലയത്തിൽ നിന്ന് നീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിൽ ജയപരാജയങ്ങളൊന്നുമില്ല. നീ വിളിച്ച നിന്റെ അമ്മ വരും. ഇനിയും ഞാൻ പോണം അമ്മയെ വിളിക്കാൻ, അല്ലേ? ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ ഇവിടുന്ന് നീ ആന്റി ആട്ടിയിറക്കിയതല്ലേ? അതിന്റെ പാപം തീരാനാണെന്ന് ഒന്ന് കരുതിയാ മതി. ചെല്ല്, ചെന്ന് ആന്റിയും കൂടെ കൂട്ടി വീട്ടിലേക്ക് ചെല്ല്. ഉപദേശത്തിന് നന്ദി. ഇനി നിന്റെ അരികിലേക്കും ഞാൻ ഒരിക്കലും വരില്ല. പോരെ? വാ. വാ. മാഡം ഇവിടെ നിൽക്കണേ, ഞാൻ ആരതി എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാം. മിക്കവാറും മായ ആരതിയോട്ട് വരാൻ ലേറ്റ് ആവും. ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതെങ്കിൽ തന്നേക്ക് മായ. എന്റെ വൈകിക്കും കുഞ്ഞിനും ഞാൻ തന്നെ ആരതി എടുത്തോളാം. ആരതി ഒഴിയലൊക്കെ ആണുങ്ങൾ ചെയ്യുവോ സാർ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇത് ഞാൻ തന്നെ ചെയ്തോളാം.
ദാ പിടിച്ചോ.